അപ്പോൾ അടുത്തത് നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആവും. ഇതുവരെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു, ടോട്ടൽ ഓവർ ഹെഡ് നമ്മൾ എത്രയാന്നുള്ളത് എന്ത് ചെയ്തു കണ്ടുപിടിച്ചു. അങ്ങനെ ടോട്ടൽ ഓവർ ഹെഡ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. ഈ ടോട്ടൽ ഓവർ ഹെഡിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട്. ഇങ്ങനെ ഈ ടോട്ടൽ ഓവർ ഹെഡിനെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വൈസ് അലോക്കേറ്റ് ചെയ്യുന്നതിനോ അപ്പോർഷൻ ചെയ്യുന്നതിനോ നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ്. ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കുന്നു. അതിനെക്കൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ departmentalization of overhead is the process of allocation and apportionment of overheads to various departments. അതായത് നമ്മൾ ടോട്ടൽ ഓവർഹെഡ് കണ്ടുപിടിച്ച് അതിനെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അലോക്കേറ്റ് അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ രണ്ട് വേർഡ് കണ്ടു അല്ലെ, അലോക്കേഷനും കണ്ടു, അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സ്. അപ്പൊ അതിന്റെ മുൻപ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള എന്തുണ്ടാവാം, ഡിപ്പാർട്ട്മെന്റ്സ്. പ്രധാനമായിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഞാൻ ഇവിടെ എഴുതി. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവാം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആവാം, HR ഡിപ്പാർട്ട്മെന്റ് ആവാം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഈ അലോക്കേഷൻ എന്താണ്, അപ്പോർഷൻമെന്റ് എന്താണ്, അത് ഇമ്പോർട്ടന്റ്. അപ്പോ ചില ഓവർ ഹെഡ്സ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാല്, ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ആ ഓവർ ഹെഡ് വന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മളൊരു ഓവർ ഹെഡ് എടുക്കുമ്പോൾ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്താണ്, സാലറി പെയ്ഡ് ടു എംപ്ലോയീസ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസിന്റെ സാലറി. അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് ആരുതാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഓവർ ഹെഡ്സിനെ ആ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫുൾ ആയിട്ട് ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി അതിനെ ഫുൾ ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. Okay, when an item of overheads is incurred full in respect of a department, it can be fully charged to that department. അപ്പോൾ ഒരു ഓവർഹെഡ് ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമായിട്ട് ഇൻകർ ചെയ്താണെങ്കിൽ നമുക്കത് ആ ഓവർഹെഡ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൊടുക്കണ്ട. അങ്ങനെ അതിനെ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലോക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇലക്ട്രിക് മീറ്റേഴ്സ് ആണ്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സെപ്പറേറ്റ് എന്തുണ്ട്, ഇലക്ട്രിക് മീറ്റേഴ്സ് ഉണ്ട്. ഇലക്ട്രിക് മീറ്റേഴ്സ് പറഞ്ഞാൽ ഇലക്ട്രിക് ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് മീറ്റേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വേറെ മീറ്റർ, ഫാക്ടറി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് വേറെ, HR ഡിപ്പാർട്ട്മെന്റ് വേറെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വേറെ ഉണ്ട് എന്ന് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നിന്റെയും ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ ചിലപ്പോൾ പ്രൊഡക്ഷന് കൂടുതലും ഫിനാൻസിന് കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഇവർക്ക് മാത്രമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് ചാർജ് ചെയ്താൽ മതി. അങ്ങനെ ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് എന്ന് പറയും. ക്ലിയർ? പക്ഷെ എപ്പോഴും എന്താവണമെന്നില്ല, അലോക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചില ഓവർ ഹെഡ്സ് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഫാക്ടറി ആണെന്ന് വിചാരിക്കാം. ഈ ഓറഞ്ച് കളറിലുള്ളത് ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിന്റെ അകത്ത് ഈ 4 ഡിപ്പാർട്ട്മെന്റ്സ്. റെന്റ് വരുന്നത് എങ്ങനെയാണ്, ടോട്ടൽ ഫാക്ടറിക്കാണ് റെന്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ടോട്ടൽ ഫാക്ടറിക്ക് വന്ന റെന്റ് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അവർ യൂസ് ചെയ്യുന്ന ഏരിയ, അവർ എത്ര സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നേരത്തെ പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പറ്റില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത്, അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അപ്പോർഷൻമെന്റ് എന്ന് പറഞ്ഞാൽ is the process of charging the proportion of common items of cost to 2 or more departments on an equitable basis. Very important. ഇതാണ് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്, ഇക്വിറ്റബിൾ ബേസിസ്. എന്തെങ്കിലും ഒരു ഇക്വിറ്റബിൾ ബേസിസ്, അതായത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ബേസിസ് കണ്ടുപിടിച്ചിട്ട് ആ ബേസിസിൽ
കോമൺ എക്സ്പെൻസ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. when an item of overhead cannot be identified with a particular department, അതായത് ഒരു ഓവർഹെഡിന്റെ ഐറ്റം അല്ലെങ്കിൽ ഒരു ഓവർഹെഡ് എക്സ്പെൻസ് ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റേത് മാത്രമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സപ്പോസ് റെന്റ്, ടോട്ടൽ ഫാക്ടറി റെന്റ് ആണ് തന്നിട്ടുള്ളത്, ഒരു ഡിപ്പാർട്ട്മെന്റ് റെന്റ് തന്നിട്ടില്ല. അപ്പൊ അതെന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഓൺ എ സ്യൂട്ടബിൾ ബേസിസ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോർഷൻമെന്റ് നമ്മൾ എപ്പോഴാ ചെയ്യുക, എലോക്കേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക അപ്പോർഷൻമെന്റിലേക്ക്. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ഇതാണ്. അപ്പൊ നേരത്തെ നമ്മൾ സെപ്പറേറ്റ് ഇലക്ട്രിക് മീറ്റേഴ്സ് ഉണ്ടാവുന്നു. ഇവിടെ ഇപ്പൊ കോമൺ ഇലക്ട്രിക് മീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർ യൂസ് ചെയ്യുന്ന ലൈറ്റ്സിന്റെയും ഫാൻസിന്റെ എണ്ണം നോക്കിയിട്ട് നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതാണ് ഇതിന്റെ ഈ അലോക്കേഷനും അപ്പോർഷൻമെന്റും എന്താണ് മനസ്സിലാക്കി ഇത് പഠിച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് രണ്ടും ചെയ്യും. അപ്പൊ ഇത് രണ്ടും ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അപ്പൊ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് കിട്ടി. ഇനി ഇത് അലോക്കേഷൻ ആയാലും അപ്പോർഷൻമെന്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ രണ്ട് സ്റ്റേജിലാണ് ചെയ്യുക. ഒന്ന് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, മറ്റൊന്ന് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇത് രണ്ടുമാണ് നമുക്ക് പ്രോബ്ലത്തിൽ ചെയ്യാൻ വരിക. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചാർട്ട് ഉണ്ടാക്കാനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചാർട്ട്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, ഈസിയാണ്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അതായത് നമ്മുടെ ഓവർഹെഡ്സിനെ ഓരോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും കൂടി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞ സെയിം സാധനം തന്നെയാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഇനി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ പറഞ്ഞുതരാം ഇതിന്റെ വ്യത്യാസം എന്താണ്. ഓക്കെ, സോ ഈ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ refers to the process of distribution of overhead expenses to all the departments. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബോത്ത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിന് എങ്ങനെയാ വരുന്നത് ഒരു എക്സാമ്പിൾ ഇവിടെ. സപ്പോസ് ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഈ 4 ഡിപ്പാർട്ട്മെന്റ്സ്. ഇതിൽ മാനുഫാക്ചറിങ്, അസംബ്ലി ഡിപ്പാർട്ട്മെന്റ്, ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ്, ക്യാൻറ്റീൻ. മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്, അവര് ഔട്ട്പുട്ട്സ് ഉണ്ടാക്കുന്നത്. ഒരു കാർ ഉണ്ടാക്കുന്നത്, അപ്പൊ അവര് കാറിന് ആവശ്യമുള്ള സ്റ്റീൽ അല്ലെങ്കിൽ അവർക്ക് ഉള്ള ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ്, എഞ്ചിനൊക്കെ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അസംബ്ലി ഡിപ്പാർട്ട്മെന്റ്. ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറി ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. അടുത്തത് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രൊഡക്ഷനിൽ ഡീൽ ചെയ്യുന്ന, ഒന്ന് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഏത് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്? പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റും അസംബ്ലി ഡിപ്പാർട്ട്മെന്റും ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്. മറ്റേതെന്താണ്, അവർക്ക് ഔട്ട്പുട്ട് ഇല്ല, അവർക്ക് സർവീസ് മാത്രം. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി ആക്കി തിരിച്ച്, അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ തന്നെ ഈ രണ്ട് കാറ്റഗറി ആക്കി തിരിച്ച് ആ രണ്ട് കാറ്റഗറിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ പേരും എഴുതിയിട്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നെയിമും എഴുതിയിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന ടോട്ടൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോട്ടൽ ഓവർ ഹെഡ് അലോക്കേറ്റോ അപ്പോർഷനോ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത് എന്ന് പറയുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ പ്രൈമറി ഡിസ്ട്രിബ്യൂഷന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ എന്ത് ചെയ്യും, ഓവർ ഹെഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓർത്ത് വെക്കുക, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓവർ ഹെഡിനെ നമ്മൾ എന്ത് ചെയ്യും, അപ്പോർഷൻ ചെയ്യും. കോമൺ ഓവർ ഹെഡ്സിനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ അപ്പോർഷൻ ചെയ്യും. അപ്പോർഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഈ റെഡ് ഇങ്കിൽ എഴുതിയത് ശ്രദ്ധിക്കുക. അപ്പോർഷൻ ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ ബേസിസില്, അപ്പോർഷൻ ചെയ്യുമ്പോൾ സ്യൂട്ടബിൾ ബേസിസില്. സ്യൂട്ടബിൾ ബേസിസ് എന്താന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കണം. കാരണം സ്യൂട്ടബിൾ ബേസിസ് അറിഞ്ഞാലേ നിങ്ങൾക്ക് പ്രൈമറി ഡിസ്ട്രിബ്യൂഷന്റെയും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെയും ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ആ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർ ഹെഡ്സിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യും? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഒരു സ്യൂട്ടബിൾ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ എക്സ്പെൻസസ്, ടോട്ടൽ ഓവർ ഹെഡ്സിന് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ആ സ്യൂട്ടബിൾ ബേസിസ് എന്താണ്? എല്ലാവർക്കും നമ്മളിപ്പോ 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 4 ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ടോട്ടൽ ഓവർ ഹെഡ് വന്നാൽ അതിന് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ല, ഈക്വൽ ആയിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ ഒരു ബേസിസ് കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ റെന്റ് ആണ്.
റെന്റ് ആണെങ്കിൽ എത്ര സ്പേസ് യൂസ് ചെയ്യും. ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ടാവും, ചില ഡിപ്പാർട്ട്മെന്റ് കുറച്ച് സ്പേസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈക്വൽ ആയിട്ട് കൊടുക്കാറുള്ള 4ആയിട്ട് തിരിക്കുമ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന് അത് ബെനിഫിറ്റ് ആവും. അങ്ങനെയല്ല, എത്ര യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ബേസിസിൽ റേഷ്യോ എടുത്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ആ ബേസിസ് പല ഓവർ ഹെഡ്സിനും പല ബേസിസ് ആയിരിക്കും. അതെന്തൊക്കെയാന്നുള്ളതാണ് ഇവിടെ. ഇതാണ് ബേസിസ്. ഈ ഒരു പേജ് നിങ്ങൾ ഇപ്പൊ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഈ ഒരു കാര്യം ആക്കാതെ നിൽക്കുന്നതാണ് എല്ലാവർക്കും ഓവർ ഹെഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആക്കുന്നത്. ഇത്ര മാക്സിമം നിങ്ങൾക്ക് ഇത്രേ വരുള്ളൂ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എങ്ങനെയാണ് ബേസ്? ഫോർ എക്സാമ്പിൾ ഫാക്ടറി റെന്റ് റേറ്റ് ആൻഡ് ടാക്സ് ആണ്. അവിടെ ബേസിസ് എന്താണ്? ബേസ് ഓഫ് പ്രൊപ്പോർഷൻ ഫ്ലോർ ഏരിയ, എത്ര ഏരിയ എടുക്കുന്നത്. അപ്പോൾ ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡിന്റെ ബേസിലാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫാക്ടറി റെന്റ്, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഫാക്ടറി, ഇൻഷുറൻസ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ ചെയ്യുന്നതിന്റെ ബേസിലാണ് ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ്. പിന്നെ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് പ്ലാന്റ്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കോസ്റ്റിന്റെ ബേസിലാണ് ഈ പറയുന്ന റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഫാക്ടറി ആണെങ്കിൽ ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ്, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അതേപോലെ തന്നെ ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേസിസ് ആക്കി എടുക്കേണ്ടത് ഇൻഷുർഡ് വാല്യൂ ഓഫ് സ്റ്റോക്ക്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര സ്റ്റോക്ക് ഉണ്ട്, അതിന്റെ ഇൻഷുർഡ് വാല്യൂ എന്താണ്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതിനെ വെച്ച് ആ റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റേഷ്യോയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അടുത്തത് സൂപ്പർവിഷൻ. സൂപ്പർവിഷന്റെ ബേസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ ബേസിലാണ്. ഇപ്പൊ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 1000 rupees ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് എയിൽ നമ്മളോട് 10 വർക്കേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ബിയിൽ 5, ഡിപ്പാർട്ട്മെന്റ് സിയിൽ 3 എന്നൊക്കെ ആയിരിക്കും പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ അതേപോലെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ വേജസിന്റെ ബേസിൽ, പിന്നെ സ്റ്റോർസ് ഓവർ ഹെഡ് ആണെങ്കിൽ വാല്യൂ ഓഫ് ഡയറക്ട് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജ് ആണെങ്കിൽ വെയിറ്റ് ഓഫ് ഡയറക്ട്, ശ്രദ്ധിക്കുക, ഒന്ന് വാല്യൂ ആണ്, ഒന്ന് വെയിറ്റ് ആണ്. പിന്നെ ലൈറ്റ് ആൻഡ് ഹീറ്റിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് ഓർ ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ്. ഒന്നെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ്. നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് ഇല്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡിന് പോവുക. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും തന്നിട്ടുണ്ടാവും എത്രയാണ് ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ്, എത്രയാണ് നമ്പർ ഓഫ് ലൈറ്റ്സ് തന്നിട്ടുണ്ടാവും. പിന്നെ ഒന്നാണ് പോലെ പവർ ആൻഡ് സ്റ്റീം കൺസംഷൻ ആണെങ്കിൽ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ തന്നിട്ടുണ്ടോ നോക്കുക, അല്ലെങ്കിൽ എന്ത് നോക്കുക, അത് തന്നില്ലെങ്കിൽ മാത്രം മെഷീൻ അവേഴ്സ് എടുക്കുക. ഓക്കെ.